ഏവർക്കും ഗീമാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയാണ്. കട്ട് ചെയ്യാനും പിടിക്കാനും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുനാരങ്ങ, തക്കാളി, അതേപോലെ തന്നെ കറിവേപ്പില. അതുകൂടാതെ നമ്മുടെ ഒരു 1/2 kg ചിക്കൻ ആദ്യം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക്, ചെറുനാരങ്ങ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ എടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഗ്രൈൻഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ട് കുറച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ പച്ച ചൊവയൊക്കെ പോകണം. ഇതിൽ നമ്മുടെ ഉള്ളിയുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ച ചൊവ മാറി നന്നായിട്ട് വറ്റി വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതാണ് മെയിനായിട്ട് ഇതിൽ ടൈം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യേണ്ട ഇതൊന്നും പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു പാട് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാധനം വേവിച്ച് വെച്ചല്ലോ, അതൊരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ട് അതിലേക്ക് ഇനി ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ട് അങ്ങോട്ട് ഇരിക്കുക. നന്നായിട്ട് ഇളക്കി ഈ 2 മിക്സും കൂടെ കൂട്ടി നന്നായിട്ട് വറ്റിച്ച് ഇതിൻ്റെ ഈ പൊടികളെ പച്ചച്ചവയൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ തക്കാളി, പച്ചമുളകും കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെക്കണം കേട്ടോ. തക്കാളി, പച്ചമുളകും ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സാണ് നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ തക്കാളിയും നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സും കൂടെ ഒന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പരുവത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലുള്ള തക്കാളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു പച്ചച്ചോവ മാറുന്നവരെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഈ ഒരു ഗ്രേവി മിക്സ് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മുടെ ഹീറോ കണ്ടൻ്റായിട്ടുള്ള ചിക്കൻ എടുത്തിടുന്നത്. ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. ഈ ചിക്കൻ അതിലേക്ക് ഇട്ട ശേഷം ചിക്കൻ നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഇട്ടതിന് ശേഷം ഈ ഒരു മിക്സുമായിട്ട് ആ ചിക്കൻ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു മിക്സുമായിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് ഇത്രയും ഗ്രേവി പോരല്ലോ, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചിക്കൻ വേവുകയും വേണം. ചിക്കൻ വേവുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ കുറച്ചുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ തിള വരുന്നേരാണ് ഞാൻ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ഒരു ചിക്കൻ ഇതിലേക്ക് കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ. ഇനി നമ്മുടെ വേവൽ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ബാക്കിയുള്ള പണികൾക്ക് പോകാവുന്നതാണ്. ഏകദേശം നമ്മുടെ കറി ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് തൂകി, എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് അങ്ങോട്ട് ഇടാം. ഇത് അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.